നമസ്കാരം, വെൽക്കം ടു ഫൺ സീഡ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ചായി വീഡിയോ ഒന്നും ഇടാതിരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറയാം, എൻ്റെ ഫുൾ ഹാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാക്കായതിൻ്റെ ഫലമായിട്ട് അതൊന്ന് റീസെറ്റ് ചെയ്യുകയും കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം റിക്കവറാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുത്തു. തന്നെയല്ല സിസ്റ്റം ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഫോൺ ത്രൂ ആണ് ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ അതാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ 2 പുതിയ എയർ ഡ്രോപ്പിനെ പറ്റിയിട്ട് ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതെന്താണ് ഇപ്പോൾ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പല ടാസ്കുകളും ഷോർട്ട് പീരീഡിൽ എൻഡ് ആവുന്നതായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ പുതുതായിട്ട് ആരെങ്കിലും കണ്ട് ചെയ്യുന്നവർക്ക് അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത്, ഇടാഞ്ഞത്. നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൻ എന്ന് പറഞ്ഞ Web3 ബേസ്ഡ് ക്രിപ്റ്റോ ഗെയിമിംഗ് പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ്. സോ ഏതൻ ജസ്റ്റ് ഒരു ഗെയിം അല്ല, ഇതൊരു ഫ്യൂച്ചർ ബേസ്ഡ് യൂണിവേഴ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് റിലീസാണ് ഏതൻ ഡിസ്കവറി എന്ന് പറയുന്നത്. അതൊരു മൾട്ടിപ്ലെയർ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. സോ ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പ്ലെയേഴ്സിന് ഒരു പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് വേസ്റ്റ് ലാൻഡിൽ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ലൂട്ട് ചെയ്യണം, സർവൈവ് ചെയ്യണം, പിന്നെ എക്സ്ഫിൽട്രേഷൻ പോയിന്റ് റീച്ച് ചെയ്യണം. സോ നോർമൽ FPS ഗെയിം പോലെ അല്ല, ഇവിടെ ഗെയിം പ്ലേ, സർവൈവൽ, സ്ട്രാറ്റജി എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഏതിനെ സ്പെഷ്യൽ ആക്കുന്നത് തന്നെ ഈ ഒരു ഗെയിമിലെ ബ്ലോക്ക് ചെയിൻ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. വെപ്പൻസ്, ഗിയേഴ്സ്, അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ NFT ബേസ്ഡ് ഡിജിറ്റൽ അസറ്റാണ് ഇവിടെ. സോ അതായത് ഗെയിമിൽ കിട്ടുന്ന ഐറ്റംസ് നിങ്ങളുടെ റിയൽ ഓണർഷിപ്പിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മിഷനിൽ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അതിനകത്ത് നിങ്ങൾ ഔട്ട് ആവുകയാണെങ്കിൽ, നിങ്ങൾ ഡെഡ് ആവുകയാണെങ്കിൽ, ആ ഐറ്റംസ് നിങ്ങളെ കൊന്ന ആൾക്കായിരിക്കും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ ഓരോ റെയ്ഡും ഹൈ റിസ്ക് ആണ്, ഹൈ റിവാർഡ് എക്സ്പീരിയൻസ് നൽകുന്നതും ആയിരിക്കും. അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ PUBGയുടെയൊക്കെ കൂട്ട് തന്നെയാണെന്ന് പറയാം. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും PUBGയുടെ കൂട്ടല്ല. PUBGയുടെ കേസ് എന്തായിരുന്നു, അതൊരു ബാറ്റിൽ റോയൽ ഗെയിം ആയിരുന്നു അല്ലേ. ഡ്രോപ്പ് ചെയ്യുക, ലൂട്ട്, ഫൈറ്റ്, ദെൻ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്, ഇങ്ങനെയായിരുന്നു സംഭവം. പിന്നെ ഇടയ്ക്കെങ്ങാണ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗെയിം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ആവും. പിന്നെ ഐറ്റംസിന് പെർമനൻറ്റ് ഓണർഷിപ്പ് ഇല്ല അല്ലേ. എന്നാൽ ഏതിൻ്റെ കേസിൽ PUBG പോലെ തന്നെ FPS പ്ലസ് ഷൂട്ടിംഗ് പ്ലസ് ലൂട്ട് ഉണ്ടെങ്കിലും ഇത് ഈ എക്സ്ട്രാക്ഷൻ ഷൂട്ടർ ടൈപ്പാണ്. ലൂട്ട് ചെയ്ത് സർവൈവ് ചെയ്ത് സേഫായി എസ്കേപ്പ് ചെയ്യുക എന്നതിനോടൊപ്പം ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആകണമെന്ന റൂൾ ഇവിടെ ഇല്ല. അതാണ് അതുമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് ഡിഫറൻസ് ആണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെപ്പൺസ്, ഗിയേഴ്സ് NFT ബേസ്ഡ് ഡിജിറ്റൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ മരിച്ചാൽ ആ ഐറ്റംസ് നിങ്ങളെ കൊന്ന ആൾക്കായിരിക്കും ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു. സോ വിൻ ചെയ്ത് എസ്കേപ്പ് ചെയ്താൽ ലൂട്ട് നിങ്ങളുടെ ഓൺ അസറ്റായിട്ട് മാറുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഗെയിമേഴ്സിനല്ലാതെ ഹോൾഡേഴ്സിന് വേണ്ടി സ്റ്റേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഹ്യൂമൻസ് പറയുന്ന NFTs മിഷനിൽ സെൻഡ് ചെയ്ത് പാസീവായി എക്കോസിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ സ്റ്റേക്കിങ് ബേസിക് സ്റ്റേജിലാണ്. എന്നാലും ഫ്യൂച്ചറിൽ ഡീപ്പർ ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഏതിൻ്റെ ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഡീപ്പാണ്. പ്രൊജക്ട് ലോറൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2025 കഴിഞ്ഞ് ഗ്ലോബൽ റീസെഷനും AI ഡോമിനൻസും ഗ്ലോബൽ യൂണിയൻസും എന്നിവയിലൂടെ വേൾഡ് സ്ലോലി സെൻട്രലൈസ് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യുന്നു. സോ 2030-2040 ടൈം പീരീഡിലൊക്കെ AI വെൽഫെയർ, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഓർബിറ്റൽ കൺട്രോൾ എന്നിവയാണ് മെയിൻ തീംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡാർക്ക് ഫ്യൂച്ചർ സെറ്റിംഗ് ആണ് ഏതൻ ഗെയിംസിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ഏതൻ ഏർലി സ്റ്റേജിലായി ആയതുകൊണ്ട് തന്നെ ഇനി ഗെയിംസ് ഒക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് എക്കോസിസ്റ്റം ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഓക്കെ, സോ ഗെയിമൊക്കെ ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലോഞ്ചിങ്, അതായത് നമുക്ക് ഗെയിം എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഗെയിമേഴ്സിനൊക്കെ ഇപ്പോഴായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നമുക്കിപ്പോൾ ഈ നിലവിൽ XP ഏൺ ചെയ്തുകൊണ്ടും പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടും ലീഡർ ബോർഡിൽ ടോപ്പ് ആവുന്നത് കൊണ്ടും സ്റ്റേക്കിംഗ് ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെൻ്റെ ഫ്യൂച്ചർ എയർ ഡ്രോപ്പ് നേടാനായിട്ട് സാധിക്കാം. സോ അതാണ് നമ്മളിപ്പോൾ എയർ ഡ്രോപ്പാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ഗെയിം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ടാസ്കുകളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് XP നേടുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ആദ്യം തന്നെ നിങ്ങളുടെ കണക്ട് വാലറ്റിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മെറ്റാമാസ്കോ OKXോ ഏതെങ്കിലും കൊടുത്ത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ വരും, അതും കൊടുക്കുക. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഇത് നിങ്ങൾ ഇതിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾ നെയിം, ലൊക്കേഷൻ, അതുപോലെ എബൌട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളവിടെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ദെൻ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അക്കൗണ്ട് ആൻഡ് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ കാണാം. അവിടെ നിങ്ങളുടെ ട്വിറ്റർ, ഡിസ്കോഡ്, സ്റ്റീം, മെയിൽസ് ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങളിത് ചെയ്തിരുന്നാൽ മതി, സിമ്പിളാന്നുള്ള കാര്യം കൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളത് ക്ലോസ് ചെയ്യുക. ദെൻ മെയിൻ പേജിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഏൺ ലോയാലിറ്റി പോയിന്റ്സ് പറഞ്ഞ കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡിറ്റ് പ്രൊഫൈലാണ്. സോ അതാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ ചെയ്തത്. നമ്മളത് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ കാണിക്കും. സോ നിങ്ങളവിടെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 100 പോയിന്റ്സ് ആയിരിക്കും ക്ലെയിം ചെയ്യുമ്പോൾ ലഭിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ X കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയും പോയിന്റ്സ് നമുക്ക് ലഭിക്കും. ഇതേപോലെ തന്നെ ഏതിൻ്റെ പേജ് ഫോളോ ചെയ്യുക, അവരുടെ പോസ്റ്റുകളെല്ലാം റീപോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ എല്ലാ സിമ്പിൾ ടാസ്കുകളാണ്, എല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് ഓരോന്നോരോന്നും ചെയ്യുക. ഓക്കെ, ഇനി നമുക്കവിടെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേക്ക് 3 ഹ്യൂമൻസ് എന്ന് പറഞ്ഞ വേറൊരു ടാസ്ക്. ഇങ്ങനെ 2 ടാസ്കുകളാണ് നിങ്ങൾക്കുള്ളത്, സ്പിൻ ആൻഡ് വിന്നും സ്റ്റേക്ക് 3 ഹ്യൂമൻസ്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ സ്റ്റേക്ക് 3 ഹ്യൂമൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു NFT ആണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു NFT ആണ്. സോ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ ഏതൻ ഡിസ്കവറി എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമിലെ ക്യാരക്ടേഴ്സ് ആണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഈ ഒരു NFT. അതായത് ഈ NFT ആയിരിക്കും അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇപ്പോൾ ഏതാണ്ട് $10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞ NFT നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ NFT എന്തായാലും വാങ്ങി വെക്കേണ്ടി വരും. സോ അതിനുള്ള സൈറ്റ്, അത് വാങ്ങാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ വാങ്ങാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ ഒരു NFT നിങ്ങൾ വാങ്ങി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ ഒപ്പീനിയൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷം മാത്രം അതിലേക്കൊക്കെ കടക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഹ്യൂമൻസിൻ്റെ 3 ക്യാരക്ടേഴ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കതവിടെ സ്റ്റേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്റ്റേക്ക് 3 ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടാസ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2000 പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു ടാസ്ക് സ്പിൻ ആൻഡ് വിൻ ആണ് അല്ലേ. അപ്പോൾ അതിലേക്ക് നോക്കാം. സോ സെയിം വാലറ്റ് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. അതായത് നിങ്ങൾ സ്പിൻ ദ ബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും, സ്പിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾ ടോക്കൺ ആവശ്യമായിട്ടുണ്ട്. അതായത് മെയിനെറ്റിൻ്റെ സോൾ വേണ്ടി വരും നിങ്ങൾക്ക്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് സോൾ മാത്രമേ വേണ്ടി വരുള്ളൂ. 0.01 അഥവാ $0.02 വർത്ത് ആയിട്ടുള്ള സോളാണ് നിങ്ങൾക്ക് വേണ്ടി വരിക. സോ വാലറ്റിൽ അത് നിങ്ങൾ ലോഡ് ചെയ്യണം, എന്നിട്ട് വേണം നിങ്ങൾ സ്പിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്പിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് XP ലഭിക്കും. XP മാത്രമല്ല, അതേപോലെ എക്സ്ട്രാ സ്പിൻസും ലെവൽ അപ്സും ഒക്കെ ആവുന്നതായിരിക്കും. അപ്പം നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് XP ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ലഭിച്ച XP ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതേപോലെ നിങ്ങൾക്കും XP ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ലോയാലിറ്റി പോയിന്റ്സും
കൂട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയാലിറ്റി പോയിന്റ്സും എക്സ്പിയും ഒക്കെ കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ അത് അവരിവിടെ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു എക്സ്പിയും ലോയാലിറ്റി പോയിന്റ്സും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എയർ ഡ്രോപ്പ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എയർ ഡ്രോപ്പ് ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോളില്ല, ലോയാലിറ്റി പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, എന്താ എക്സ്പി ഒന്നും നേടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ എയർ ഡ്രോപ്പ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ അവർ പറയുന്നത് ലോയാലിറ്റി പോയിന്റ്സ് മാത്രം മതി എന്നാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കുറേ പാർട്ടിസിപ്പൻസ് ഒക്കെ ആകുമ്പോൾ ഓവർ ഫാംഡൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ ഇവരുടെ ക്രൈറ്റീരിയസ് ഒക്കെ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരെന്നല്ല മിക്ക പ്രൊജക്ട്സും അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞത്. സോ ഇവരിങ്ങനെ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മേ ബി അതിനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് ചെറിയ സോൾ ഉണ്ടെങ്കിൽ എക്സ്പി കളക്ട് ചെയ്ത് വെക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ഓക്കെ, സോ മാക്സിമം ലോയാലിറ്റി പോയിന്റ്സ് ലഭിക്കുന്ന എല്ലാ ടാസ്കുകളും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്തതിന് ശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഡിസ്കോർഡ് റോളിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. ഏതൻ ഓവർലോഡ് റോളും ടെസ്റ്റ് ലോഡ് റോൾ എന്ന് പറഞ്ഞിട്ട് 2 റോള് കാണാം. അപ്പോൾ ഈ 2 റോൾസ് ഉള്ളവർക്ക് ഈ ഒരു മൾട്ടിപ്ലയേഴ്സ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ റോൾ ഉള്ളവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എക്സ്പി ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കോട്ടെ, ഇത്ര വെച്ചിട്ട് അവർ ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു റോൾ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അവരുടെ ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൊടുക്കണം. അതൊന്നും ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് അവിടെ റോൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എൻഗേജ് പോയിന്റ്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു എൻഗേജ് പോയിന്റ്സ് നേടണമെങ്കിൽ എൻഗേജ് ചെയ്യണം. സോ ഒരു ഡിസ്കോർഡ് സെർവറിലൂടെ എൻഗേജ് പോയിന്റ്സ് നേടാനായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കമാൻഡ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ കാണാം. താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ /daily എന്ന് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ /claim_daily എന്ന് പറഞ്ഞൊരു എൻഗേജ് ബോട്ട് കമാൻഡ് കാണാനായിട്ട് സാധിക്കും. സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളത് സെൻഡ് ചെയ്യുക. ആ ഒരു ചാനലിൽ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1 പോയിന്റ് എൻഗേജ് പോയിന്റ്സിൻ്റെ 1 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഡെയിലി കമാൻഡ് ചാനലിൽ നിങ്ങൾ വന്നിട്ട് ഇതുപോലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് വീതം കിട്ടും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് സോഷ്യൽ ഫീഡ് കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് അവരുടെ എക്സ് പോസ്റ്റുകളെ കുറിച്ച് കുറച്ച് ടാസ്കുകൾ ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ എക്സ് പോസ്റ്റുകളൊക്കെ എടുക്കുക. ദെൻ അത് നിങ്ങൾ ലൈക്ക്, റീട്വീറ്റ്, കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഈ ഡിസ്കോർഡ് ത്രൂ ആ ഒരു പോസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ നിങ്ങൾ ലൈക്ക്, റീട്വീറ്റ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ തിരിച്ച് ഡിസ്കോർഡിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലൂ ബട്ടൺ കാണാം, സബ്മിറ്റ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ എക്സ്പയറി ആയാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് എനിക്കിവിടെ ഈ ഒരു ബട്ടൺ ഡിസേബിൾ ആയി കിടക്കുന്നത്, എക്സ്പയറി ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ടാസ്കുകൾക്കും ടൈമുണ്ട്, ഇത്ര നാൾ വരെ പറ്റുള്ളൂ എന്നുണ്ട്. സോ അത്ര സമയത്തിനുള്ളിൽ നിങ്ങളത് ചെയ്ത് തീർക്കണം. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടുക. ഈ റോൾസ് ഒക്കെ കിട്ടാനായിട്ട് ഏതാണ്ട് 100-150 പോയിൻ്റൊക്കെ വേണ്ടി വരും. ഈ റോൾസ് കിട്ടണമെങ്കിൽ എൻഗേജ് പോയിന്റ്സ് വേണം, എങ്കിലേ നിങ്ങൾക്ക് റോൾസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റോൾ ക്ലെയിം ചെയ്യുന്നതിനായിട്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ജസ്റ്റ് എടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ 2 റോൾസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ടെസ്റ്റ് ലോഡിൻ്റെയും ഏതെങ്കിലും ഓവർലോഡിൻ്റെയൊക്കെ റോള് ഡീറ്റെയിൽസ് കാണാം. സോ ടെസ്റ്റ് ലോഡ് കിട്ടണമെങ്കിൽ 50 പോയിന്റ്സ് വേണം അത് ബൈ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഓവർലോഡ് ആണെങ്കിൽ 100 പോയിന്റ്സ് വേണം അത് ബൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതാണ്ട് 41-30 ഒക്കെ ഉള്ളൂ ഈ ഒരു റോള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു റോൾസ് എല്ലാം നിങ്ങൾ ബൈ ചെയ്യുക. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് എങ്ങനെ അറിയും എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് അറിയാനായിട്ട് കമാൻഡ്സിൽ /leaderboard നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ പോയിന്റ്സും റാങ്ക്സും ഒക്കെ കാണാം. എൻ്റെ ഇവിടെ കാണുന്നത് പോലെ നിങ്ങളുടേതും അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്തോ ആണ് ഞാൻ ഇട്ടത് പോസ്റ്റ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.